ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിന്ന് ഈ വർഷം പുറത്തിറങ്ങിയ അംബാജിപേട്ട മാരേജ് ബാൻഡ് എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗ്രാമം കാണിക്കുന്നു. മറ്റു പല ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പോലെ അവിടെയും ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെ ഉയർന്നവരായും താഴ്ന്നവരായും കണക്കാക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇരട്ട സഹോദരങ്ങളുള്ള ഒരു കുടുംബത്തെയാണ് കാണിക്കുന്നത്. സഹോദരന്റെ പേര് മല്ലി, സഹോദരിയുടെ പേര് പത്മ. മല്ലി ഒരു കല്യാണ ബാൻഡിൽ ഡ്രംസ് വായിക്കുന്നു. പത്മ ഒരു സ്കൂളിലെ അധ്യാപികയാണ്. അവരുടെ അച്ഛൻ ഒരു സലൂൺ നടത്തുന്നു. മല്ലിക്ക് കാർത്തിക് എന്നൊരു ഉറ്റ സുഹൃത്തുണ്ട്. അവനും മല്ലിയോടൊപ്പം അതേ ബാൻഡിൽ തന്നെ ജോലി ചെയ്യുന്നു. കൂടാതെ അവന് പത്മയെ ഇഷ്ടവുമാണ്. ഒരു ദിവസം മല്ലി ഒരു കല്യാണത്തിന് ഡ്രംസ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി വരുന്നു. മല്ലിക്ക് കുട്ടിക്കാലം മുതലേ അവളോട് പ്രണയമായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് ശാലിനി എന്നാണ്. ആ ഗ്രാമത്തിൽ കേശവൻ എന്ന പേരിൽ ശക്തനും പണക്കാരനുമായ ഒരാളുണ്ട്. അയാൾ തന്റെ അധികാരം ദുരുപയോഗം ചെയ്ത് ഗ്രാമത്തിലെ ഭൂരിഭാഗം ഭൂമിയും കൈക്കലാക്കി. പാവപ്പെട്ടവർക്ക് ഉയർന്ന പലിശയ്ക്ക് കടം കൊടുത്ത് അവരെ കൂടുതൽ ദരിദ്രരാക്കുകയും പിന്നീട് പണം തിരിച്ചു പിടിക്കുകയുമാണ് അയാളുടെ ജോലി. ഈ കേശവന്റെ സഹോദരിയാണ് ശാലിനി. കേശവൻ മല്ലിയുടെ അച്ഛനും ധാരാളം പണം കടം കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് ഗ്രാമത്തിൽ ആരോടും ബഹുമാനമില്ല. സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു. ഗ്രാമത്തിലെ ചില ഗുണ്ടകൾ സ്കൂളിന്റെ ചുവരിൽ മല്ലിയുടെ സഹോദരി പത്മയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ എഴുതി വെക്കാറുണ്ട്. മല്ലിയുടെ സുഹൃത്ത് കാർത്തിക് ദിവസവും ആ എഴുത്തുകൾ മായ്ച്ചു കളയുന്നു. ഒരു ദിവസം പത്മ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് മറച്ച ഒരു സ്ഥലത്തായിരുന്നു അവൾക്ക് കുളിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അവരുടെ ബന്ധുവായ ഒരു ചെറുപ്പക്കാരൻ അവൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന പത്മ അവന്റെ മുഖത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കുന്നു. അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അവൾ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ദേഷ്യത്തോടെ പറയുന്നു, എത്ര ദിവസമായി ഞാൻ പറയുന്ന ഒരു കുളിമുറി പണിയാൻ, പക്ഷേ ഈ വീട്ടിൽ ആര് കേൾക്കാനാണ്? വഴി പോകുന്നവരെല്ലാം നിങ്ങളുടെ മകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ അവൾ അമ്മയുമായി വഴക്കിടുന്നുണ്ട്. അവൾ ചെയ്തത് ശരിയാണെന്ന് താനും. മറുവശത്ത് മല്ലി ജോലി ചെയ്യുന്ന ബാൻഡിന്റെ ഉടമ കേശവന്റെ അടുത്ത് പണം കടം വാങ്ങാൻ ചെല്ലുന്നു. കേശവൻ അയാളെ ചീത്ത പറഞ്ഞുകൊണ്ട്, മുൻപ് വാങ്ങിയ 3 ലക്ഷം രൂപ തിരിച്ചു തരാൻ നിനക്ക് കഴിവില്ല, എന്നിട്ടാണോ ഇപ്പോൾ 50,000 ചോദിക്കുന്നത് എന്ന് പറയുന്നു. ഒടുവിൽ അയാൾ 10 രൂപ പലിശയ്ക്ക് കടം കൊടുക്കുന്നു. അടുത്ത സീനിൽ മല്ലിയുടെ അച്ഛൻ കേശവന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ മകന്റെ മുടി വെട്ടാൻ മല്ലിയോട് പറയുന്നു. ശാലിനിയെ കാണാൻ അവസരം കിട്ടുമല്ലോ എന്നോർത്ത് അവൻ സന്തോഷത്തോടെ അങ്ങോട്ട് പോകുന്നു. അവിടെ വെച്ച് കേശവന്റെ മകന്റെ മുടി വെട്ടുമ്പോൾ അവൻ ശാലിനിയെ കാണുന്നു. അവൾ നാണത്തോടെ അവനെ നോക്കുന്നുണ്ട്. അവൾക്കും മല്ലി ഇഷ്ടമാണെന്ന് തോന്നുന്നു. എല്ലാ ദിവസത്തെയും പോലെ സഹോദരനും സഹോദരിയും വീടിന് പുറത്ത് കട്ടിലിൽ ആകാശത്തിന് കീഴെ കിടന്നുറങ്ങുന്നു. നിനക്ക് എങ്ങനെയുള്ള ഭർത്താവിനെയാണ് വേണ്ടത് എന്ന് മല്ലി ചോദിക്കുന്നുണ്ട്. സഹോദരി പത്മ ഉത്തരം നൽകാതെ തിരിച്ച് നിനക്ക് എങ്ങനെയുള്ള ഭാര്യയാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. മല്ലി അതിന് മറുപടി നൽകുന്നുണ്ട്. അവർ സംസാരിച്ചുകൊണ്ട് ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം പത്മ ക്ലാസ് എടുക്കുമ്പോൾ കേശവന്റെ ആളുകൾ ക്ലാസ് മുറി മുഴുവൻ സിമന്റ് ചാക്കുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇത് കാരണം കുട്ടികൾക്ക് ഇരിക്കാനോ പഠിക്കാനോ കഴിയുന്നില്ല. സിമന്റ് പൊടി എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. പത്മ ദേഷ്യത്തോടെ ആ ചാക്കുകളെല്ലാം പുറത്തേക്ക് എടുത്തു മാറ്റുന്നു. ഇത് കേശവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. പക്ഷേ പത്മയോട് അയാൾക്ക് മോശം കണ്ണുള്ളത് കൊണ്ട് ഒന്നും പറയാൻ കഴിയുന്നില്ല. കേശവന് ഒരു അനിയനുമുണ്ട്. നമുക്ക് അവനെ ചെറിയ കേശവൻ എന്ന് വിളിക്കാം. അവൻ ഗ്രാമത്തിൽ ചുറ്റി നടന്ന് ആളുകളിൽ നിന്ന് പലിശ പിരിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. അവൻ പണം ചോദിച്ച് കാർത്തികിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങുന്നു. കാർത്തിക് അവനെ തിരിച്ചും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മല്ലി അവനെ സമാധാനിപ്പിക്കുന്നു. അവർ വലിയ വീട്ടിലെ വലിയ ആളുകളാണ്, അവരുമായി പ്രശ്നമുണ്ടാക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് കാർത്തികിനെ കൊണ്ടുപോകുന്നു. എന്നാൽ ചെറിയ കേശവൻ അടങ്ങിയിരിക്കാതെ കാർത്തികിന്റെ കുടുംബത്തെ ചീത്ത പറയാൻ തുടങ്ങി. ഇത് കേട്ട് ദേഷ്യം വന്ന മല്ലി അതുവരെ ക്ഷമിച്ചിരുന്നെങ്കിലും അവനെ അവിടെ ഇട്ട് നന്നായി തല്ലുന്നു. ഇതറിഞ്ഞ കേശവൻ തന്റെ അനിയനോട്, നീ കടം പിരിക്കാനല്ലേ പോയത്, എന്തിനാണ് ചീത്ത വിളിക്കാൻ തുടങ്ങിയത്? ഇനി ആവശ്യമില്ലാതെ വാ തുറന്നാൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. എന്നാൽ അയാൾ ഒരു നല്ലവനായതുകൊണ്ടാണെന്ന് നിങ്ങൾ കരുതരുത്. മല്ലിയുടെ സഹോദരി പത്മയെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അയാൾ മല്ലിയുമായി പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കാത്തത്. അടുത്ത സീനിൽ മല്ലി ഒരിടത്ത് ബാൻഡ് വായിക്കുകയാണ്. അവിടെ ശാലിനിയും ഉണ്ട്. അവൾ എതിർവശത്തുള്ള കടയിൽ നിന്ന് സിനിമാ പാട്ടുകളുടെ ഒരു പുസ്തകം വാങ്ങുന്നു. അവളുടെ ഗൗരി എന്ന സുഹൃത്ത് പറയുന്നുണ്ട്, മല്ലിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. സത്യം പറയാനായി ശാലിനി ഒരു പ്രണയലേഖനം എഴുതി മല്ലിയുടെ അടുത്തേക്ക് പോകുന്നു. അവൾ പ്രണയലേഖനം തരാൻ വന്നതാണെന്ന് കരുതി മല്ലി സന്തോഷിക്കുന്നു. പക്ഷെ ആ കത്ത് വായിച്ചപ്പോൾ അതിൽ ഗൗരിയുടെ പേരായിരുന്നു എഴുതിയിരുന്നത്. ഗൗരിയാണ് കത്ത് അയച്ചതെന്ന് തോന്നി മല്ലി വിഷമിക്കുന്നു. പിറ്റേ ദിവസം തന്നെ അവൻ ആ കത്ത് ഗൗരിക്ക് തിരിച്ചു കൊടുത്തിട്ട് പറയുന്നു, ക്ഷമിക്കണം ചേച്ചി, എനിക്ക് ശാലിനിയോടാണ് ഇഷ്ടമെന്ന്. അതോടൊപ്പം ശാലിനിക്ക് കൊടുക്കാനായി ഒരു കത്തും ഗൗരിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിനക്കും എന്നെ ഇഷ്ടമാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് പബ്ലിക് ടെലിഫോണിലേക്ക് വിളിക്കുക. അപ്പോൾ നീ എന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. പിറ്റേ ദിവസം മല്ലി അച്ഛൻ്റെ സലൂണിലായിരുന്നു. പബ്ലിക് ടെലിഫോൺ അതിൻ്റെ നേരെ മുന്നിലാണ്. അവൻ ശാലിനിയുടെ കോളിനായി കാത്തിരിക്കുമ്പോൾ കേശവൻ അങ്ങോട്ടേക്ക് വരുന്നു. അയാൾ മല്ലിയുടെ അച്ഛനോട് മുടി വെട്ടാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് മല്ലിയോട് മുടി വെട്ടാൻ പറയുന്നുണ്ട്. തൻ്റെ അനിയനെ തല്ലിയതിൽ കേശവന് ദേഷ്യമുണ്ടെങ്കിലും അവൻ അത് നേരിട്ട് കാണിക്കുന്നില്ല. മുടി വെട്ടിയതിനു ശേഷം തൻ്റെ അധികാരം കാണിക്കാനായി അവൻ മല്ലിയോട്, ഇനി എൻ്റെ ചെവിയും കൂടി വൃത്തിയാക്കി താ എന്ന് പറയുന്നു. മല്ലിക്ക് അത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും നിർബന്ധിതനായി ആ ജോലി ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കേശവൻ 10 രൂപ മല്ലിക്ക് കൊടുത്തിട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, 2 സെക്കൻഡ് കൊണ്ട് നീ എൻ്റെ അനിയനെ തല്ലിയല്ലേ, നിന്നെ ഞാൻ കണ്ടോളാന്ന്.
ഇതിനിടയിൽ ശാലിനി പലതവണ വിളിച്ചിരുന്നു. പക്ഷേ കേശവനുള്ളതുകൊണ്ട് മല്ലിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. ശാലിനി വീണ്ടും വിളിച്ചപ്പോൾ മല്ലിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അവൾ ഭയത്തോടെ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ വീട്ടുകാർ ഈ ബന്ധം ഒരിക്കലും അംഗീകരിക്കില്ല. മല്ലി പറഞ്ഞു, അതൊക്കെ നമുക്ക് നോക്കാം, ആദ്യം നീ പേടിക്കുന്നത് നിർത്ത്. ഇനി നമ്മൾ ഫോണിൽ സംസാരിക്കില്ല. നാളെ രാവിലെ അച്ഛൻ ഉച്ചയ്ക്ക് സലൂൺ തുറക്കുള്ളൂ. രാവിലെ ഇവിടെ ആരും ഉണ്ടാവില്ല, നീ കടയിലേക്ക് വാ. അടുത്ത ദിവസം രാവിലെ മല്ലി നേരത്തെ സലൂൺ തുറന്ന് കാർത്തിക്കിനെ കാവലിരുത്തുന്നു. ആരെങ്കിലും വരുന്നത് കണ്ടാൽ അറിയിക്കാൻ പറയുന്നുണ്ട്. ശാലിനി അവിടെ വരുന്നുണ്ട്. അവർ ഒരുപാട് നേരം സംസാരിക്കുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒരു ദിവസം മല്ലി 10 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് ശാലിനിയെ വിളിക്കുമ്പോൾ നിർഭാഗ്യവശാൽ കേശവനാണ് ഫോൺ എടുക്കുന്നത്. മല്ലി പരിഭ്രമിച്ച് കോൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം മല്ലിയും ശാലിനിയും ദിവസവും സലൂണിൽ വെച്ച് കാണാൻ തുടങ്ങുകയും അവിടെ അവർ പ്രണയിക്കുകയും ചെയ്യുന്നു. കുറച്ചു നാൾ കഴിഞ്ഞ് ശാലിനി മല്ലിക്കായി ഒരു ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങുന്നുണ്ട്. അത് അവളുടെ സഹോദരൻ കേശവൻ കാണുന്നുണ്ട്. പക്ഷെ ആർക്കാണ് കൊടുത്തതെന്ന് അവന് മനസ്സിലാകുന്നില്ല. അവനത് തിരികെ വെക്കുന്നു. മല്ലിയുടെ പിറന്നാൾ വരുന്നുണ്ട്. അന്ന് പത്മയുടെയും പിറന്നാളാണ്. മല്ലി കുറച്ച് പണം സ്വരുക്കൂട്ടി പത്മയ്ക്ക് 2000 രൂപയുടെ ഒരു സാരി വാങ്ങി കൊടുക്കുന്നു. പകരമായി അവൾ മല്ലിക്ക് ഒരു ഷർട്ടും സമ്മാനിക്കുന്നു. അപ്പോൾ ഗൗരി മല്ലിക്ക് ഒരു ഗിഫ്റ്റ് കാർഡ് നൽകിയിട്ട് പറയുന്നു ശാലിനി പിറന്നാളിന് തന്നതാണെന്ന്. മല്ലി സന്തോഷത്തോടെ അത് വാങ്ങി ബാൻഡിലെ എല്ലാവർക്കും മധുരം വിതരണം ചെയ്യുന്നു. അപ്പോൾ ബാൻഡ് ഉടമയിൽ നിന്ന് പലിശ വാങ്ങാൻ കേശവൻ വന്നിരുന്നു. മല്ലി കേശവനും മധുരം കൊടുക്കുന്നുണ്ട്. പക്ഷെ അയാൾ അത് വാങ്ങാതെ പറയുന്നു, നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുന്നത് വിഷം കഴിക്കുന്നതിന് തുല്യമാണ്. അപ്പോഴാണ് അവൻ ശാലിനിയുടെ അലമാരയിൽ കണ്ട അതേ ഗ്രീറ്റിംഗ് കാർഡ് മല്ലിയുടെ കയ്യിൽ കാണുന്നത്. അവന് സംശയം തോന്നുന്നുണ്ട്. പെട്ടെന്ന് മല്ലിയുടെ ഫോണിലേക്ക് തുടർച്ചയായി കോൾ വരുന്നു. കേശവൻ ടെൻഷനോടെ വീട്ടിലെത്തി ശാലിനിയുടെ അലമാര പരിശോധിക്കുന്നു. അവിടെ ഗ്രീറ്റിംഗ് കാർഡ് കാണുന്നില്ല. അവന്റെ സംശയം ശരിയാണെന്ന് മനസ്സിലാകുന്നു. അവൻ ലാൻഡ് ലൈൻ ഫോണിൽ നിന്ന് റീഡയൽ ചെയ്യുമ്പോൾ മല്ലിക്കാണ് കോൾ പോകുന്നത്. ശാലിനിയും മല്ലിയും തമ്മിൽ പ്രണയത്തിലാണെന്ന് അവന് മനസ്സിലാവുന്നു. അതേസമയം പത്മ തന്റെ വിദ്യാർത്ഥികൾക്ക് മധുരം വിതരണം ചെയ്യുകയായിരുന്നു. അപ്പോൾ ചെറിയ കേശവൻ അങ്ങോട്ട് വന്ന് അവളോട് കയർക്കുന്നു. ഞങ്ങൾക്ക് സിമന്റ് ചാക്കുകൾ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ക്ലാസ് മുറിയിൽ വെച്ചത്. പക്ഷെ നീ അതെല്ലാം പുറത്തേക്ക് എടുത്തു മാറ്റി. ഇന്നലെ രാത്രി മഴയത്ത് അതെല്ലാം നനഞ്ഞു. അതിന്റെ നഷ്ടം നീ തരേണ്ടി വരും. ദേഷ്യം വന്ന പത്മ അവന്റെ കരണത്തൊന്ന് കൊടുത്തിട്ട് പറയുന്നു, ഇത് നിന്റെ തന്തയുടെ സ്ഥലമൊന്നുമല്ല സിമന്റ് വെക്കാൻ. ഇത് സർക്കാർ സ്കൂളാണ്. ഇനി മേലാൽ ഇങ്ങനെ പെരുമാറിയാൽ കാണിച്ചു തരാം. അടികൊണ്ട് അവൻ സഹോദരന്റെ അടുത്ത് ചെന്ന് പരാതി പറയുന്നു. അന്ന് മല്ലി എന്നെ തല്ലി. ഇന്ന് അവന്റെ പെങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ തല്ലി. അവർ രണ്ടുപേരും നമ്മളെ കൊല്ലാൻ നടക്കുകയാണ്. പക്ഷെ നിങ്ങൾ മാത്രം ഒന്നും ചെയ്യുന്നില്ല. ശാലിനിയുടെയും മല്ലിയുടെയും പ്രണയത്തിൽ ദേഷ്യത്തിലായിരുന്ന കേശവൻ ഇത് കേട്ടതോടെ കൂടുതൽ പ്രകോപിതനായി ഒരു ഭീകരമായ പദ്ധതി ആലോചിക്കുന്നു. അന്ന് രാത്രി പത്മയുടെ അടുത്ത് കേശവന്റെ ഒരാൾ വന്ന് പറയുന്നു, ഇന്നും രാത്രി മഴ പെയ്യും, സിമന്റ് ചാക്കുകൾ ക്ലാസ് മുറിയിൽ വെക്കാൻ അനുവദിക്കണം, നാളെ എടുത്തോളാം. അയാൾ ക്ലാസ് മുറിയുടെ താക്കോല് ചോദിക്കുന്നു. പത്മ സമ്മതിക്കുന്നില്ല. പക്ഷെ അയാൾ ഒരുപാട് അപേക്ഷിച്ചപ്പോൾ അവൾക്ക് താക്കോൽ കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, കേശവൻ സാറിന്റെ കയ്യിൽ താക്കോൽ കൊടുത്താൽ മതി. പത്മയ്ക്ക് പോകാൻ താല്പര്യമില്ലെങ്കിലും വേറെ വഴിയില്ലാതെ അവൾ സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്നു. എന്നാൽ ക്ലാസ് മുറി പൂട്ടി കിടക്കുകയായിരുന്നു. കേശവൻ നേരത്തെ തന്നെ അകത്തിരിപ്പുണ്ടായിരുന്നു. ഇത് സ്കൂളാണ്, നിന്റെ ഗോഡൌൺ അല്ല എന്ന് അവൾ ദേഷ്യപ്പെടുമ്പോൾ കേശവൻ അവളെ അടിക്കുകയും അവളുടെ സാരി വലിച്ചു കീറുകയും ചെയ്യുന്നു. അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു. ഇനി നീ ഇവിടെ കിടന്നു മരിക്കും, അപ്പോഴേ നിന്റെ ആളുകൾക്ക് എന്താണ് സ്റ്റാറ്റസ് എന്ന് മനസ്സിലാവും. ഇതെല്ലാം ചെയ്ത് അവൻ പോവുകയാണ്. പത്മ തകർന്ന ഒരു മൂലയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ കാർത്തിക് അങ്ങോട്ട് വരുന്നു. ആരോ സ്കൂളിന്റെ ചുവരിൽ പത്മയുടെ ഒരു അശ്ലീല ചിത്രം വരച്ചിരിക്കുന്നത് അവൻ കാണുന്നു. കാർത്തിക് ആ ചിത്രത്തിൽ പത്മയെ സാരി ഉടുപ്പിക്കുകയും താഴെ ഒരു പൂ വരയ്ക്കുകയും ചെയ്യുന്നു. ജനലിലൂടെ പത്മയെ ഈ അവസ്ഥയിൽ കണ്ട കാർത്തികിനെ വേദനിക്കുന്നു. അവൻ ഉടൻ തന്നെ ഷർട്ട് ഊരി അവൾക്ക് കൊടുക്കുന്നുണ്ട്. പത്മ അത് ധരിക്കുന്നു. കാർത്തിക് അവളെ എങ്ങനെയോ വീട്ടിലെത്തിക്കുന്നുണ്ട്. ആരോടും ഒന്നും പറയാനുള്ള അവസ്ഥയിലായിരുന്നില്ല പത്മ. അവളൊരു മൂലയിൽ മിണ്ടാതിരുന്നു. മല്ലി വീട്ടിൽ വന്നപ്പോൾ കാർത്തിക് നടന്നതെല്ലാം പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന മല്ലി കേശവനെ കൊല്ലാനായി പോകുന്നുണ്ട്. പക്ഷെ കേശവന്റെ ആളുകൾ അവനെ പിടികൂടുന്നു. കേശവൻ മല്ലിയെ ക്രൂരമായി മർദ്ദിക്കുകയും അവന്റെ തല മൊട്ടയടിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ഈ വാർത്ത ഗ്രാമം മുഴുവൻ പരക്കുന്നു. എല്ലാവരും അവരുടെ കുടുംബത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. എന്നാൽ പത്മ ധൈര്യശാലിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ അനീതിക്ക് മുന്നിൽ നിശബ്ദയായിരിക്കാൻ തയ്യാറായിരുന്നില്ല. അവളും മല്ലിയും പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. എന്നാൽ പോലീസ് കേസ് എടുക്കുന്നില്ല. പകരം അവരെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്നു. കേശവൻ ശാലിനിയെയും ഒരുപാട് തല്ലുന്നുണ്ട്. ഇനി മല്ലിയെ കാണരുതെന്ന് താക്കീത് നൽകുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെന്തിന് ഞാൻ നാണം കൊണ്ട് വീട്ടിലിരിക്കണം? ആ ദുഷ്ടനാണ് തെറ്റ് ചെയ്തത്, അവനാണ് നാണിച്ചു മരിക്കേണ്ടത് എന്ന് പത്മ തീരുമാനിക്കുന്നു. അവൾ പതിവ് പോലെ സ്കൂളിൽ പോകുന്നുണ്ട്. ക്ലാസ് മുറിയിൽ നിന്ന് സിമന്റ് ചാക്കുകളെല്ലാം പുറത്തെടുത്ത് അതിൽ വെള്ളമൊഴിക്കുന്നു. എന്നിട്ട് കുട്ടികളെ ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ദേഷ്യം വന്ന കേശവൻ മല്ലിയുടെ അച്ഛന്റെ സലൂണിൽ പോയി അദ്ദേഹത്തെ തല്ലുന്നു. എന്നാൽ ഇനി മിണ്ടാതിരിക്കില്ലെന്ന് പത്മ തീരുമാനിക്കുന്നു. അവൾ സഹോദരനോടും കാർത്തികിനോടുമൊപ്പം കേശവന്റെ വീടിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കുന്നു. അവളുടെ കയ്യിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. കേശവൻ സർക്കാർ സ്കൂൾ ഗോഡൌൺ ആക്കി, എന്നെ ഉപദ്രവിച്ചു, അവനെ അറസ്റ്റ് ചെയ്യുക എന്നതിൽ എഴുതിയിരുന്നു. പെട്ടെന്ന് മല്ലിയുടെ ബാൻഡും അവിടെ എത്തുന്നു. എല്ലാവരും ഒരുമിച്ച് കേശവന്റെ വീടിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുന്നു. അഹിംസാപരമായ സമരമായതിനാൽ പോലീസിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല.
ഗ്രാമത്തിലെ മറ്റു സ്ത്രീകളും സമരത്തിൽ പങ്കുചേരുന്നു. കാരണം കേശവൻ അവരെയും പത്മയെ പോലെ ഉപദ്രവിച്ചിരുന്നു. കേശവന്റെ ഭാര്യയ്ക്കും ഭർത്താവ് ഒരു മോശം മനുഷ്യനാണെന്ന് മനസ്സിലാവുന്നു. അവൾ മകനെയും കൂട്ടി വീട് വിട്ടിറങ്ങുന്നു. ഈ വാർത്ത പത്രങ്ങളിൽ വരുന്നുണ്ട്. കേശവൻ ഒരുപാട് അപമാനിക്കപ്പെടുന്നു. ഒടുവിൽ പോലീസ് ഇരുവരെയും വിളിപ്പിച്ച് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു. ഇൻസ്പെക്ടർ കേശവനോട് പത്മയോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ അവൻ തയ്യാറാവുന്നില്ല. അപ്പോൾ പത്മ പറയുന്നുണ്ട്, മാപ്പ് പറഞ്ഞാൽ മാത്രം മതിയോ? സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെല്ലാം മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടാൽ പിന്നെന്തിനാണ് പോലീസും കോടതിയും? ഞാൻ ഈ ദുഷ്ടനെതിരെ കേസ് കൊടുത്ത് ജയിലടയ്ക്കും. എന്നിട്ടും കേശവൻ പത്മയെ ഭീഷണിപ്പെടുത്തുന്നത് നിർത്തുന്നില്ല. പത്മയും ദേഷ്യത്തിൽ അവനെ സ്റ്റേഷനിൽ വെച്ച് ചവിട്ടുന്നു. പിന്നീട് പത്മ കാർത്തികിനോടുള്ള തന്റെ പ്രണയം തുറന്നു പറയുന്നു. കാർത്തിക് വളരെ സന്തോഷിക്കുന്നു. അപമാനം കൊണ്ട് കേശവൻ നീറിപ്പോകുകയായിരുന്നു. അവൻ തന്റെ സഹോദരിയുടെ വിവാഹം മറ്റൊരിടത്ത് ഉറപ്പിക്കുന്നു. ചെറിയ കേശവൻ ചേട്ടനെ വീണ്ടും പ്രേരിപ്പിക്കുന്നുണ്ട്. ആ മല്ലിയെയും പത്മയെയും കൊല്ലുന്നതിന് പകരം എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? കേശവൻ പറയുന്നുണ്ട്, പെങ്ങളുടെ കല്യാണം കഴിയട്ടെ, എന്നിട്ട് ആ മല്ലിയെയും പത്മയെയും ഞാൻ നോക്കിക്കോളാം. അതിനിടയിൽ ശാലിനി മല്ലിയെ കാണാൻ വരുന്നു. അവൾ പറയുന്നു, നീ എപ്പോഴും ചോദിക്കുമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് ഞാൻ ഐ ലവ് യു പറയാത്തതെന്ന്? ഞാൻ തമാശയായത് നിരസിക്കുമായിരുന്നു. പക്ഷേ ഇനി ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. ഇത് പറഞ്ഞുകൊണ്ട് അവൾ ആദ്യമായും അവസാനമായും ഐ ലവ് യു എന്ന് പറഞ്ഞ് മല്ലിയെ കെട്ടിപ്പിടിക്കുന്നു. അവർ പിരിയാണ്. ശാലിനിയുടെ വിവാഹം നടക്കുന്നു. മല്ലിയും അവന്റെ ബാൻഡും അവിടെ പരിപാടി അവതരിപ്പിക്കുന്നു. മല്ലിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരിക്കുന്നു. കാരണം അവൻ അവസാനമായിട്ടായിരുന്നു ശാലിനിയെ കാണുന്നത്. പെട്ടെന്ന് മല്ലിയുടെ അമ്മ ഓടി വന്ന് പറയുന്നു, പത്മ സ്കൂളിൽ നിന്ന് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല, അവളെ കാണാനില്ല. ഇത് കേട്ട് എല്ലാവരും പരിഭ്രാന്തരായി അവളെ എല്ലായിടത്തും തിരയാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്. പത്മ സൈക്കിളിൽ വീട്ടിലേക്ക് വരുമ്പോൾ ആരോ അവളുടെ തലയിൽ ശക്തിയായി അടിച്ചു. അവൾക്ക് ബോധം വരുമ്പോൾ അവൾ കേശവന്റെ കൃഷിയിടത്തിലായിരുന്നു. കേശവൻ അവളുടെ മുന്നിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കളിയാക്കിയില്ലേ, ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് കരുതിയോ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും പത്മയോട് അതിക്രൂരമായി പെരുമാറുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇനി ഈ ഗ്രാമത്തിൽ ആരും തങ്ങളുടെ മകൾക്ക് പത്മ എന്ന് പേരിടാൻ ധൈര്യപ്പെടരുത് എന്ന് പറഞ്ഞ് അവൻ പത്മയുടെ വായിലേക്ക് ഒരു പൈപ്പ് വഴി വെള്ളം നിറച്ച് അവളെ അതിക്രൂരമായി കൊല്ലുന്നു. എന്നിട്ട് അവളുടെ മൃതദേഹം ഗ്രാമത്തിലെ കുളത്തിൽ കൊണ്ടുപോയി ഇടുന്നു. സഹോദരിയുടെ ഈ മരണം കണ്ട് മല്ലി തകർന്നു പോവാണ്. അവൻ കരയാൻ തുടങ്ങുന്നു. എങ്ങനെയോ അവൻ പത്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നു. ഗ്രാമം മുഴുവൻ മല്ലിയെ പിന്തുണയ്ക്കുകയാണ്. എല്ലാവരും ചേർന്ന് കേശവന്റെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഗ്രാമവാസികൾ കേശവന്റെ വീട്ടിൽ പോയി ചെറിയ കേശവനെ ഒരുപാട് തല്ലുന്നു. പിന്നീട് അവർ കേശവനെ തല്ലിക്കൊല്ലാൻ ഒരുങ്ങുന്നു. എന്നാൽ മല്ലി പറയുന്നുണ്ട്, അവൻ ചെയ്ത ക്രൂരകൃത്യങ്ങൾക്കുള്ള ശിക്ഷ മരണമല്ല. കാരണം മരണം അവനൊരു നിമിഷം കൊണ്ട് സംഭവിക്കും. വർഷങ്ങളായ അവന്റെ അതിക്രമങ്ങൾ കാരണം ആളുകൾ സഹിച്ച വേദന അവന് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ കേശവനെ തല്ലുകയും കൈകൾ കെട്ടി ഗ്രാമത്തിലൂടെ നടത്തിക്കുകയും ചെയ്യുന്നു. കേശവന്റെ ഭാര്യയും മകനും ഇത് കാണുന്നുണ്ട്. മല്ലി കേശവനെ ഒരു വലിയ ഇരുമ്പ് പെട്ടിയിൽ അടച്ച് ഗ്രാമത്തിന്റെ നടുവിൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരിടത്ത് വെക്കുന്നു. നമുക്ക് പോലീസും നിയമവും വേണ്ട, നമ്മുടെ നീതി നമ്മൾ തന്നെ നടപ്പാക്കും എന്നവർ പറയുന്നു. ഏകദേശം 2 വർഷത്തോളം ഗ്രാമവാസികൾ കേശവനെ ആ പെട്ടിയിൽ തടവുകാരനായി വെക്കുന്നു. അപ്പോൾ ശാലിനി തന്റെ നവജാത ശിശുവിനെയും കൊണ്ട് അവിടെ വന്ന് സഹോദരനെ കാണുന്നു. അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ വലിയ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്ക്. കുഞ്ഞിന് എന്ത് പേരിട്ടു എന്ന് അവൻ ചോദിക്കുന്നു. ശാലിനി പറയുന്നു, പത്മ. പത്മ എന്ന പേര് കേട്ട് കേശവൻ ഞെട്ടുന്നു. കാരണം അവൻ പത്നിയോട് പറഞ്ഞിരുന്നു, ഗ്രാമത്തിൽ ആരും മകൾക്ക് പത്മ എന്ന് പേരിടാൻ ധൈര്യപ്പെടാത്ത രീതിയിലുള്ള മരണമായിരിക്കും നിനക്ക് ഞാൻ നൽകുക എന്ന്. എന്നാൽ ഇപ്പോൾ സ്വന്തം സഹോദരി തന്നെ മകൾക്ക് പത്മ എന്ന് പേരിട്ടിരിക്കുന്നു. അങ്ങനെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. സിനിമ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.